ബിസിനസ് സ്റ്റഡീസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ള ചാപ്റ്ററാണ്. ആ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ അതിൻ്റെ മീനിങ് എന്താണ്, അതിൽ ഫിനാൻസ് ഡിസിഷൻസ് എന്തെല്ലാം, ഇത്രയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ടോപ്പിക്കുകൾ. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്. ഫിനാൻസ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ് ഓഫ് എവറി ബിസിനസ് ഓർഗനൈസേഷൻ and it is the most scarce resource of the business organization. That is the importance of finance in the business. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസോഴ്സ് എന്ന് പറയുന്നത് ഫിനാൻസ് ആണ്. അതേസമയം ഒട്ടും ലഭ്യമല്ലാത്ത ഏറ്റവും സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സും ഫിനാൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥാപനത്തിൽ ഫിനാൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഫിനാൻഷ്യൽ ഡിസിഷൻസ് കൃത്യമായി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇറ്റ് വിൽ കോസ് ഹ്യൂജ് ലോസ് ഓർ ഇറ്റ് വിൽ കോസ് ഷട്ട് ഡൗൺ ഓഫ് ദ ബിസിനസ് ഓർഗനൈസേഷൻ. ഫിനാൻസ് ശരിയാവണ്ണം മാനേജ് ചെയ്തിട്ടില്ല എങ്കിൽ ആ സ്ഥാപനം മിക്കവാറും എന്തിലേക്കായിരിക്കും നയിക്കപ്പെടുക? ഉയർന്നൊരു നഷ്ടം നേരിടാനോ അല്ലെങ്കിൽ ആ നഷ്ടത്തിലൂടെ ബിസിനസ് ലോസിലേക്ക് അല്ലെങ്കിൽ ക്ലോഷറിലേക്ക്, അടച്ചുപൂട്ടലിലേക്ക് വരെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒരു ചെറിയ മീനിങ് ഒന്ന് പറഞ്ഞു നോക്കാം. നോക്കൂ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് കൺസേൺഡ് വിത്ത് ഒപ്റ്റിമൽ പ്രൊക്യൂർമെന്റ് ആസ് വെൽ ആസ് ദ യൂസേജ് ഓഫ് ഫിനാൻസ്. It means the application of general management principles to financial resources of the enterprise. That is planning, organizing, directing and controlling the financial activities such as procurement and utilization of fund. അത്രയ്ക്കൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മീൻസ് പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ ഫിനാൻസ് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക, സംഘടിപ്പിക്കുക, അത് പിന്നെന്താ പറയുക, അതിനെ നയിക്കുക, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്, അതിനെ നിയന്ത്രിക്കുക. ഇത്രയും പ്രക്രിയയെ എന്ന് വെച്ചാൽ ഇൻ സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് procurement and effective utilization of finance is called financial management. പ്രൊക്യൂർമെന്റ്, നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമായ ഫണ്ട് കണ്ടെത്തുക, അത് എഫക്റ്റീവായിട്ട് വിനിയോഗിക്കുക എന്നുള്ള ഫംഗ്ഷനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിൽ ഒരു കാര്യം പറയാനുള്ളത്, ഇൻ ദി കേസ് ഓഫ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി സൈസ് ഓഫ് ദ ബിസിനസ് ഓർഗനൈസേഷൻ, ദാറ്റ് ഈസ് ദ ബിസിനസ് ഓർഗനൈസേഷൻ ഈസ് ഇൻ സ്മോൾ scale, there is no need of a separate department for financial affairs. ചെറിയ സ്ഥാപനമാണെങ്കിൽ ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഫിനാൻഷ്യൽ അഫയേഴ്സിന് വേണ്ടി വേണമെന്ന് പറയാറില്ല, അല്ലെങ്കിൽ ആവശ്യമില്ല. ബട്ട് ഇൻ ദി കേസ് ഓഫ് ബിഗ് ബിസിനസ് ഓർഗനൈസേഷൻ, ലാർജ് സ്കെയിൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഹാവിംഗ് എ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓർ സെക്ഷൻ ഫോർ ഡീലിംഗ് സച്ച് ഫിനാൻസ്. വലിയ ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരു സെപ്പറേറ്റ് സെക്ഷൻ, ദാറ്റ് ഈസ് കോൾഡ് ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ എന്തുണ്ടായിരിക്കണം, ഇത്തരം ഫിനാൻസിനെ ഡീൽ ചെയ്യാൻ ഉണ്ടായിരിക്കും. അപ്പൊ ഇനി നമുക്ക് ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അതിന്റെ ഇമ്പോർട്ടൻസ് ഒന്ന് പെട്ടെന്ന് ലിസ്റ്റ് ചെയ്ത് പോവാം. അതിൽ ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ പറയുന്നു, അത് എങ്ങനെയാണ് ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞില്ലേ, ദ സൈസ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഉപയോഗിക്കുന്ന ഫിക്സഡ് അസറ്റിന്റെ സൈസ്, അതിന്റെ കോമ്പോസിഷൻ, അത് എത്രമാത്രം വലുതാകുന്നു അത്രമാത്രം ആ സ്ഥാപനത്തിലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നാണ് പറയുന്നത്. പിടികിട്ടിയോ? ഇപ്പോൾ കോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് ഫിക്സഡ് അസറ്റിൽ വേണമെങ്കിൽ അത് വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ്. കാരണം അത്തരം ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫണ്ട് എന്തായി കഴിഞ്ഞു, ബ്ലോക്കായി കഴിഞ്ഞു. അപ്പൊ ബ്ലോക്ക് ആവുന്ന അത്തരം തീരുമാനങ്ങൾ വളരെ സൂക്ഷ്മമായി ശ്രദ്ധാപൂർവം നോക്കിയിട്ട് എടുക്കാവൂ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നോക്കാം, ദ സൈസ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് ഓഫ് ദ ബിസിനസ് ഈസ് അഫക്റ്റഡ് ബൈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഡിസിഷൻ. ഈ സൈസ് എന്ന് പറയുന്നത് വലിപ്പം, ആൻഡ് കോമ്പോസിഷൻ ആ ഏരിയ, ഫിക്സഡ് അസറ്റിന്റെ ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ, മെഷീനറി എന്ന് പറയുന്ന അതിന്റെ കോമ്പോസിഷൻ, ഇത് വലുതാകുന്നതിനനുസരിച്ച് ആ സ്ഥാപനത്തിലെ എന്തിന് പ്രാധാന്യം കൂടുന്നു എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് പ്രാധാന്യം കൂടുന്നു. ഇനി അടുത്തത് ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് അസറ്റ് ആൻഡ് ഇറ്റ്സ് ബ്രേക്കപ്പ്. ഒരു സ്ഥാപനത്തിലെ കറണ്ട് അസറ്റ്, ക്യാഷ് തൊട്ട് ക്യാഷ്, ഡെപ്റ്റേഴ്സ്, ബാങ്ക് എന്നൊക്കെ പറയുന്ന ബിൽസ്, റിസീവബിൾ, സ്റ്റോക്ക്,
തുടങ്ങിയ കറണ്ട് അസറ്റുകളില്ലേ, അതിന്റെ വലിപ്പവും അതിന്റെ ബ്രേക്കപ്പും എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ സ്വാധീനിക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽഡ് ചർച്ചയിലേക്ക് പോകണ്ട, നിങ്ങൾ ആ ഹെഡിങ് മാത്രം നോക്കി വെച്ചാൽ മതി. അടുത്തത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഫണ്ട് ടു ബി യൂസ്ഡ്. നമ്മൾ ഉപയോഗിക്കുന്ന ഫണ്ട്, നമ്മൾ കണ്ടെത്തുന്ന ഫണ്ട് അത് എത്രമാത്രം, അത് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്ന് വെച്ചാൽ ലോങ് ടേം എന്ന് പറയുമ്പോൾ ഇഷ്യൂ ഓഫ് ഷെയർസ് വരാം, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് വരാം, ലോങ് ടേം ലോൺ വരാം. ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം ലോൺ ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ അതിന്റെ കോമ്പോസിഷൻ അത് ഏത് രൂപത്തിൽ വേണം എന്നുള്ളത് തീരുമാനിക്കുന്നതും ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ഇനി അടുത്ത പോയിന്റ് പറയുന്നു ബ്രേക്കപ്പ് ഓഫ് ലോങ് ടേം ഫിനാൻസിങ് ഇൻടു ഇക്വിറ്റി, ഡെപ്റ്റ് എക്സെട്ര. ഇപ്പോൾ ലോങ് ടേം ഫിനാൻസ് തന്നെയാണെങ്കിൽ, ഇത് പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഐറ്റങ്ങൾ മുഴുവൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ ഐറ്റങ്ങളാണ് കേട്ടോ. ഒരു സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലുള്ളതാണ്. ഫിക്സഡ് അസറ്റ്, അതിന്റെ കോമ്പോസിഷൻ, അത് എന്തിനെ ബാധിക്കുന്നു? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഡിസിഷനെ ബാധിക്കുന്നു. കറണ്ട് അസറ്റ്, അതിന്റെ കോമ്പോസിഷൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ ബാധിക്കുന്നു. പിന്നെ ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ടിൽ ലയബിലിറ്റീസ് ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഫണ്ട്, ആ ലോങ് ടേം സോഴ്സ് ആയിക്കോട്ടെ ഷോർട്ട് ടേം സോഴ്സ് ആയിക്കോട്ടെ, അതും ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് പ്രാധാന്യം നൽകുന്ന ഒരു ഏരിയയാണ്. പിന്നെ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോങ് ടേമിൽ തന്നെ അതിന്റെ കോമ്പോസിഷൻ, ഒരു കമ്പനി ഏതൊക്കെ സോഴ്സ് ഉപയോഗിച്ച് പണം കണ്ടെത്താം. നിങ്ങൾ ഒരിക്കലും ചെറിയ സ്ഥാപനങ്ങളെ കുറിച്ച് ചിന്തിക്കരുത് കേട്ടോ. കോടികളുടെ മൂലധനമുള്ള സ്ഥാപനങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ആ മൂലധനം എങ്ങനെയൊക്കെയാണ് അവർ സമാഹരിച്ചത്? അത് ഇഷ്യൂ ഓഫ് ഷെയർസ് കേട്ടിട്ടുണ്ടോ? ആ ഷെയർസ് തന്നെ ഇക്വിറ്റി ഷെയർ ആവാം, പ്രിഫറൻസ് ഷെയർ ആവാം. പ്രിഫറൻസ് ഷെയർ തന്നെ കുറെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? പ്രിഫറൻസ് ഷെയറിൽ ഏതൊക്കെയാണ്? ക്യുമുലേറ്റീവ്, നോൺ ക്യുമുലേറ്റീവ്, പാർട്ടിസിപ്പേറ്റിംഗ്, നോൺ പാർട്ടിസിപ്പേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ പ്രിഫറൻസിൽ തന്നെ വളരെ ഒരുപാട് വകഭേദങ്ങളുണ്ട്. പിന്നെ നിങ്ങൾ ഡിബഞ്ചർ പഠിച്ചിട്ടുണ്ടോ? കടപ്പത്രങ്ങൾ. ആ ഡിബഞ്ചർ അതും പല വിധത്തിലുണ്ട്, ഓർമ്മയുണ്ടോ? ബിയർ ഡിബഞ്ചർ, സെക്യൂർഡ് ഡിബഞ്ചർ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഡിബഞ്ചറുകൾ പല വിധമുണ്ട്. അപ്പൊ ഇത് ഏത് കോമ്പോസിഷൻ വേണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഈ പറയുന്ന ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. അപ്പോ ഇനി നമുക്ക് പറയാൻ പോകുന്നത് ഇത്രയും ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ, ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ അതിൽ ഓരോ ഐറ്റവും ഈ പറയുന്ന ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രാധാന്യത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്. നിങ്ങൾ ആ ഹെഡിങ് മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി. ഓൾ ഐറ്റംസ് ഇൻ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അത്രയാണ് ഒരു സ്ഥാപനത്തിലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ. ഓക്കെ, ഫിനാൻഷ്യൽ ഡിസിഷൻസ് കേട്ടോ. നമ്മൾ പറയുന്നത് ഫിനാൻഷ്യൽ ഡിസിഷൻസ്. Financial decisions means decision taken by financial management. Financial management എടുക്കുന്ന തീരുമാനങ്ങൾ. These decisions are mainly classified into three. First one, investment decision. Second one, financing decision. Third one, dividend decision. ഏതൊക്കെയാണ് ആ ഡിസിഷൻസ് പറഞ്ഞാൽ? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻസിംഗ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ. Then what is investment decision? Investment decision means how much fund should be invested into fixed asset and current asset. How much fund invested in fixed asset and how much fund invested in current asset. അതായത് ഒരു കമ്പനിയിലെ, ഒരു ബിസിനസ്സിലെ ടോട്ടൽ ഫണ്ടിൽ അതിൽ എത്രമാത്രം ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എത്രമാത്രം കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള തീരുമാനത്തെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ പോർഷൻ ഓഫ് ഓർ പ്രൊപ്പോർഷൻ ഓഫ്
the fund invested in the fixed asset which is called capital budgeting decision. ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ തീരുമാനത്തെ പറയുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. ആൻഡ് ഹൗ മച്ച് ഫണ്ട് ഷുഡ് ബി ഇൻവെസ്റ്റഡ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കറണ്ട് അസറ്റ് വിച്ച് ഈസ് ആൾസോ കോൾഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ. എത്രമാത്രം പണം കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള തീരുമാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാ വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ എന്ന് പറയുന്നത്. This is one of the most important decision taken by a financial management, because once a decision is taken, it is irrevocable. അതായത് ഒരു ഫിക്സഡ് അസറ്റിൽ, അത് ലാൻഡ് ആയിക്കോട്ടെ, ബിൽഡിംഗ് ആയിക്കോട്ടെ, മെഷീനറി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത്തരം ഒരു ഫിക്സഡ് അസറ്റിൽ വലിയൊരു തുക കൊണ്ട് നിക്ഷേപിക്കുന്നതിന് മുന്നേ ഒരുപാട് വട്ടം അതിന്റെ റിസ്ക് ആൻഡ് റിട്ടേണിനെ കുറിച്ച് ചിന്തിച്ചിരിക്കണം. ഒരു തീരുമാനം ഒരിക്കൽ എടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, റിവേഴ്സ് ചെയ്യാൻ കഴിയില്ല, പിന്തിരിയാൻ കഴിയില്ല. പിന്തിരിയണമെങ്കിൽ ഇറ്റ് വിൽ കോസ് ഹ്യൂജ് ലോസ്. അത് എന്തിലേക്ക് നയിക്കും? വലിയൊരു നഷ്ടത്തിലേക്ക് നയിക്കും. സോ ദിസ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിസിഷൻ ടേക്കൺ ബൈ ദി ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. സോ വാട്ട് ഈസ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ മീൻസ് ദ എമൗണ്ട് ഓർ പ്രൊപ്പോർഷൻ ഓഫ് ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഫിക്സഡ് അസറ്റ് ആൻഡ് കറണ്ട് അസറ്റ്. Fixed asset, the amount invested in fixed asset is called capital budgeting decision, and the amount or proportion which is invested in the current asset which is called working capital decision. The first decision which is called investment decision. Then another important decision taken by financial management is financing decision. Financing decision, that is for investing in various fixed assets, the business is in need of fund. ഈ പറയുന്ന ഫിക്സഡ് അസറ്റിലും കറണ്ട് അസറ്റിലും ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഫണ്ട് വേണ്ടേ, ഫിനാൻസ് വേണ്ടേ? From which source they can mobilize such fund? That decision is called financing decision. എവിടെ നിന്ന് ഈ ഫണ്ട് കണ്ടെത്താം എന്നുള്ള തീരുമാനത്തെയാണ് എന്തെന്ന് പറയുന്നത് ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എവിടെ നിന്ന് ഈ ഫണ്ട് കണ്ടെത്താം? From which source they can mobilize fund? whether issue of shares, അത് ഒരു ചിലപ്പോൾ എന്താവാം ഷെയർ ഇഷ്യൂ ചെയ്യലാവാം, or issue of debenture issue ചെയ്തിട്ടാവാം, or from long term loan from financial institution. And also this financing decision not only long term fund but also short term fund. Long term fund മാത്രമല്ല short term fund എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് കൂടി ഏതിൽ വരുന്ന തീരുമാനമാണ്? ഫിനാൻസിംഗ് ഡിസിഷനിൽ വരുന്ന തീരുമാനമാണ്. This is also a crucial decision. ഇതും എന്ത് തന്നെയാണ്? വളരെ ക്രൂഷ്യൽ ആണ്. It is taken or it is done only after considering so many factors. ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ച് അല്ലെങ്കിൽ ഒരുപാട് ഘടകങ്ങൾ പരിഗണിച്ച് മാത്രമേ ഇത്തരം ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുള്ളൂ. ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഷുഡ് ഫിക്സ് എ കോമ്പോസിഷൻ ഓഫ് സച്ച് സോഴ്സസ്. കോമ്പോസിഷൻ, വാട്ട് യു മീൻ ബൈ കോമ്പോസിഷൻ? എന്താ പറയാ? കോമ്പോസിഷൻ ഒന്നിൽ കൂടുതൽ കൂട്ടിച്ചേർത്തുകൊണ്ട്, അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യാറില്ല ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫുള്ളി ഇക്വിറ്റി ഷെയറോ അല്ലെങ്കിൽ ഫുള്ളി ഡിബെഞ്ചറോ ഫുള്ളി ലോങ് ടേം ലോണോ അങ്ങനെ എല്ലാവരും എടുക്കുക. ദേ മേക്ക് എ പ്രൊപ്പോർഷൻ ഓഫ് ദീസ് സോഴ്സ്. ഈ സോഴ്സുകളുടെ ഒരു പ്രൊപ്പോർഷനിലൂടെ ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, അവർക്ക് ആവശ്യമുള്ള ഫണ്ട് കണ്ടെത്തുക. ആ പ്രൊപ്പോർഷൻ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ വിച്ച് വിൽ പ്രൊവൈഡ് ഓർ വിച്ച് വിൽ റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻ ടു മിനിമം. ഏറ്റവും കുറച്ച് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഏത് കോമ്പോസിഷൻ ആണോ ആ കോമ്പോസിഷൻ ആയിരിക്കും അവർ ഫിക്സ് ചെയ്യാം. ഇറ്റ് ഈസ് ആൾസോ കോൾഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ. നമുക്കത് പിന്നീട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. ഇങ്ങനെ ഏത് കോമ്പോസിഷനാണ് അവർ ഈ ക്യാപിറ്റൽ മേക്കപ്പ് ചെയ്യുന്നത്? ഷെയർ ക്യാപിറ്റൽ ആണോ, ഡിബെഞ്ചർ ആണോ, അല്ലെങ്കിൽ ലോങ് ടേം ലോൺ ആണോ? ഏതൊക്കെ കോമ്പോസിഷൻ ഉൾപ്പെടുത്തിയിട്ടാണ് അവർ അവരുടെ ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്തിരിക്കുന്നത്? ആ കോമ്പോസിഷനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അത് നമുക്ക് നമ്മുടെ ടോപ്പിക്കിൽ ഇനി ചർച്ച ചെയ്യാനുള്ള ഒരു കാര്യമാണ് കേട്ടോ. ആ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏറ്റവും കുറവ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കോസ്റ്റ്. അപ്പൊ ഈ പേനയുടെ കോസ്റ്റ് എത്രയാ? ഒരു 10 രൂപയായിരിക്കാം. അപ്പൊ എന്താ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? ചെലവ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഷെയറിന് ഒരു കോസ്റ്റ് ഉണ്ടാവില്ലേ? ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഡിബെഞ്ചറിന് ഒരു കോസ്റ്റ് ഉണ്ടാവില്ലേ? എന്താ അങ്ങനെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ?
സിംപ്ലി ഒരു ഷെയർ ഇഷ്യൂ ചെയ്ത് പണം വാങ്ങുകയാണെങ്കിൽ നമ്മൾ വർഷം അതിന്റെ മുകളിൽ എന്ത് കൊടുത്തേ പറ്റൂ? ഡിവിഡൻഡ് കൊടുത്തല്ലേ പറ്റൂ. പ്ലസ് ഒരു ഷെയർ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കോസ്റ്റ് ഉണ്ട്. ഫ്ലോട്ടേഷൻ അതിന് വേണ്ട അണ്ടർ റൈറ്റിംഗ്, അതിന്റെ ലീഗൽ ഫോർമാലിറ്റീസ്, ബാങ്ക് അക്കൗണ്ട് ഓപ്പറേഷൻസ്, ഇതിനൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? വേറെ കുറെ ചെലവ് അങ്ങോട്ട് വേണ്ടി വരും. അത്തരം ചെലവുകളെ ഒരു ഷെയർ മാർക്കറ്റിൽ ഇറക്കി ജനങ്ങളിൽ നിന്ന് പണം കണ്ടെത്താനുള്ള ആ ഒരു പ്രൊസീജിയറിൽ വരുന്ന കുറെ കോസ്റ്റുകളുണ്ട്. അതിനെയാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയാം. പ്ലസ് വർഷം ആ ഷെയറിന്റെ മുകളിൽ നമ്മൾ എന്തും കൊടുക്കേണ്ടി വരും? ഡിവിഡൻഡ് കൊടുക്കണമെങ്കിൽ അതാണ് അതിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമ്മൾ ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഡിബഞ്ചറിന് വർഷം ഡിബഞ്ചർ ഹോൾഡേഴ്സ് നമ്മൾ എന്ത് കൊടുത്തേ പറ്റുള്ളൂ? പലിശ കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ അവിടെ പലിശയാണ് അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ബാങ്കിൽ നിന്നൊക്കെ നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ വർഷം നമ്മൾ ആ ലോണിന് എന്ത് കൊടുക്കണം? പലിശ കൊടുക്കണം. ആ പലിശയാണ് അതിന്റെ എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ഫണ്ട് കണ്ടെത്തുക? ഏതിനാണോ ഏറ്റവും കുറവ് കോസ്റ്റ്, മിനിമം കോസ്റ്റ്, ആ കോസ്റ്റ് ഏതാണ്? അത് ചിലപ്പോൾ ഒന്നെടുത്താൽ അത് ശരിയായിക്കൊള്ളുന്നില്ല. എന്നാൽ എല്ലാത്തിൻ്റെയും കൂടി ഒരു കോമ്പിനേഷൻ എടുക്കുമ്പോൾ ചിലവ് കുറയുന്നുണ്ടായിരിക്കും. അപ്പൊ ഏത് കോമ്പോസിഷൻ, ഏത് പ്രൊപ്പോർഷൻ, അതിൽ ഏതിലാണോ കോസ്റ്റ് ഏറ്റവും മിനിമം വരുന്നത് അതായിരിക്കും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ചൂസ് ചെയ്യുക. ആ ഡിസിഷനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയാം. മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ കുറെ ഘടകങ്ങൾ ഇതിനെക്കുറിച്ച് ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യണം. ഈ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ പറഞ്ഞു, വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ പറഞ്ഞു. അവിടെ നമ്മൾ അതിന്റെ സബായിട്ട് എന്ത് ചെയ്യണം? വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ, വാട്ട് ആർ ദി ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ടു ബി കൺസിഡറിംഗ് വൈൽ വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ. ഇത് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കാൻ കിടക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിന് ശേഷം ചർച്ച ചെയ്യാം. പിന്നെ ഫിനാൻസിംഗ് ഡിസിഷൻ. ഫിനാൻസിംഗ് ഡിസിഷനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ കോസ്റ്റ്, റിസ്ക്, ഫ്ലോട്ടേഷൻ കോസ്റ്റ്, പിന്നെ ക്യാഷ് ഫ്ലോ എബിലിറ്റി, ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ടോപ്പിക്കാണ്. ഇപ്പൊ ഞാനത് എടുക്കുന്നില്ല. ഇനി മൂന്നാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിസിഷൻ ആയിട്ടുള്ള മറ്റൊരു ഡിസിഷനാണ് ഇത് ഡിവിഡൻഡ് ഡിസിഷൻ. എന്താണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് ആഫ്റ്റർ ഏർണിംഗ് പ്രോഫിറ്റ് ഓർ ആഫ്റ്റർ പേയിങ് ടാക്സ് ഓൺ പ്രോഫിറ്റ്, the after tax profit which is how they should use, അത് എങ്ങനെ ഉപയോഗപ്പെടുത്താം? that is how much amount is distributed as dividend or how much amount retained in the business as flowing back of profit or retained earnings. ഈ കിട്ടിയ ലാഭത്തിൽ നിന്ന് എത്ര രൂപ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം, എത്ര രൂപ റീറ്റെയിൻ ചെയ്യണം, ഫുള്ളായിട്ട് ഡിവിഡൻഡ് കൊടുക്കണം, ഫുള്ളായിട്ട് റീറ്റെയിൻ ചെയ്യണം എന്നുള്ള തീരുമാനത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയാം. ദിസ് ഈസ് ആൾസോ എ ക്രൂഷ്യൽ ഡിസിഷൻ ബിക്കോസ് ദിസ് ഡിസിഷൻ ഈസ് ഓൾവേസ് ഡിപ്പെൻഡിങ് ഓൺ ദി മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ്. ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? സെൻസെക്സ്, BSE എന്നൊക്കെ കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ NSE, BSE, സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? നമുക്കൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ പറഞ്ഞുതരാം. ആ സ്റ്റോക്ക് മാർക്കറ്റിൽ ഓരോ കമ്പനിയുടെയും ഓഹരികളുടെ വില കൂടുക കുറയുക എന്നുള്ളത് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ ഒരു ഘടകമാണ് ഡിവിഡൻഡ്. വർഷം കൃത്യമായിട്ട് ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ ആ കമ്പനിയുടെ ഷെയറിന്റെ വില മാർക്കറ്റിൽ ഓൾവേസ് കൂടിക്കൊണ്ടായിരിക്കുന്നില്ല. ഡിവിഡൻഡ് കുറഞ്ഞു എന്ന് കണ്ടാൽ ആ ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ എന്ത് ചെയ്യും? കുറയും. അപ്പൊ കമ്പനി ഒരിക്കലും എന്ത് ചെയ്യാൻ ശ്രമിക്കില്ല? മാർക്കറ്റ് വാല്യൂ, ഇൻവെസ്റ്റേഴ്സിന്റെ വെൽത്ത് കുറയ്ക്കാൻ ശ്രമിക്കില്ല. അപ്പൊ അവർ എന്ത് ചെയ്തിരിക്കും? ഡിവിഡൻഡ് കൊടുക്കാനായിരിക്കും അവർ കൂടുതൽ ശ്രമിക്കുക. അതിൽ കുറച്ച് അവർ റീറ്റെയിൻ ചെയ്യും. അപ്പൊ അത് എത്ര എന്നുള്ള തീരുമാനത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയാം. സോ ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. Financing decision mainly include 3 decisions: investment decision, financing decision, and dividend decision. Investment decision means how much fund should be invested in fixed asset and current asset. That is how much fund utilized for purchasing fixed assets like land, building, machinery, etc. and how much fund is invested in current asset like debtors, stock, etc. and this decision is called investment decision. Fixed asset, that is how much fund is invested in fixed asset, which is called capital budgeting decision, and how much fund is invested in current asset, which is called working capital decision. And then another important decision is financing decision. From
വിച്ച് സോഴ്സ് വി മൊബിലൈസ് ഫണ്ട്, ഏത് സോഴ്സിൽ നിന്ന് നമുക്ക് ഫണ്ട് മൊബിലൈസ് ചെയ്യാം. ദാറ്റ് ഈസ് ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, എക്സെട്ര. ആൻഡ് വാട്ട് ആർ their combination or what are their composition? That is financing decision. The last, dividend decision. The after tax profit, how they can utilize, how much amount is issued as dividend and how much amount retained in the business. This decision is called dividend decision. And concluding, these three decisions are collectively called finance function. These three decisions are collectively called finance function. Parishiki choikka, what is finance function? Finance function means the important decisions taken by financial management is called finance function. These important three decisions are investment decision, financing decision and dividend decision. Okay, clear ആണല്ലോ അല്ലേ?